യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കർത്താവായ യേശുവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കണമേ. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസമായി സൗഖ്യമായി അങ്ങ് കടന്നു വരണമേ. കർത്താവേ, സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുനീറുന്ന അനേക മക്കളുണ്ട്. അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം പകരുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ യേശുവേ അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്തെന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക്, ലോകം മുഴുവനിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനീതിയും അക്രമവും ബോംബ് സ്ഫോടനങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും വർഗീയ സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും ലോകമാസകലം സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും.
അധർമ്മത്തിൻ്റെ പെരുപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഒരു ഭാരമായിട്ട് അനുഭവമാവുകയാണ്. അധർമ്മവും അനീതിയും ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിനും ക്രിസ്തുവിനും സാക്ഷിയാകാൻ വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെയൊക്കെ ബലപ്പെടുത്തുകയാണ്. നമ്മൾ പുതുവർഷത്തിൻ്റെ വലിയ സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ദിവസത്തെയും പത്രങ്ങൾ കാണുമ്പോൾ ഒത്തിരിയേറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം തണുത്തുപോകും, അധർമ്മം വർദ്ധിക്കുന്നു, സ്നേഹം തണുത്തുപോകുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്. ഒരു പ്രായമായ അമ്മയെ സ്വന്തം ഭവനത്തിൽ പൂട്ടിയിട്ടിട്ട് ദിവസങ്ങളോളമായിട്ട് മക്കള് വിദേശത്തോ സ്വദേശത്തോ എവിടെയോ ടൂറിലൊക്കെ ആയിരുന്നുവെന്ന്. ആ വൃദ്ധരായ മാതാപിതാക്കന്മാർ അല്ലെ രോഗികളായിട്ടുള്ളവരൊക്കെ അവഗണിക്കപ്പെടുന്നു. അവരെ സ്നേഹിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ, അവരെ പരിപാലിക്കുവാനായിട്ട് മക്കൾ പോലും തയ്യാറാകുന്നില്ല. വചനം പറയുന്നത് ശരിയാണ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തുപോകുന്നു. ഇന്ന് ഈ സ്നേഹത്തിൻ്റെ ഒരു വലിയ തണുപ്പ്, തണുത്ത് ഉറഞ്ഞുപോയ ഐസ് പോലെ മനുഷ്യൻ്റെ ഹൃദയം മരവിക്കുക. ഐസേരെ തൊട്ടാൽ അല്പസമയം കഴിയുമ്പോൾ മരവിക്കുന്നത് പോലെ അനേകരുടെ മനസ്സു മരവിച്ചു പോകുക. സ്നേഹം തണുത്തുപോയി, സൗമ്യ മനോഭാവം തണുത്തുപോയി. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്വേഷം അല്ലെ വെറുപ്പ്, സ്വന്തം മാതാപിതാക്കന്മാരെ പോലും വേണ്ടവണ്ണം സ്നേഹിക്കുവാൻ സാധിക്കാത്ത മക്കൾ, ഇതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. മക്കളെ വേണ്ടവണ്ണം സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത മാതാപിതാക്കന്മാരുമുണ്ട്. ആകപ്പാനും കുടുംബങ്ങളിൽ സ്നേഹം തണുത്തുപോകുക, സമൂഹത്തിൽ സ്നേഹം തണുത്തുപോകുക. അധർമ്മത്തിൻ്റെ പെരുപ്പം, ദൈവവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള മനുഷ്യൻ്റെ ജീവിതം, ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഈ ജീവിതം വലിയ നാശത്തിലേക്ക് മനുഷ്യനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഹിച്ച് അവസാന സമയം വരെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്ന, അല്ലെ ആത്മരക്ഷയുടെ ഒരു പദവിയിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. അവസാനം വരെ സഹിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് ദൈവത്തെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നവനല്ല, അവസാനം വരെ സഹിച്ച് ക്ഷമിച്ച് സഹനങ്ങളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ, പരാജയങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അവസാനം വരെ സഹിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം, ആത്മാവിൻ്റെ ഒരു ശക്തീകരണം, ആത്മാവിൻ്റെ ഒരു നിറവ്, ആത്മാവിൻ്റെ ഒരു പൊതിച്ചിൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു സഹവാസം നമ്മിൽ ഉണ്ടുവെങ്കിൽ മാത്രമേ അവസാന നിമിഷം വരെ നമ്മുടെ വേദനകളിൽ നമുക്ക് സഹിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ,
ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. സ്നേഹം തണുത്തുറഞ്ഞു പോയ മക്കളുടെ മേൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സഹിച്ച് ജീവിതത്തിലും അടുത്തവരുടെ മേൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ സഹിക്കുവാൻ ദൈവജനത്തിന് കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തുതി. 2 തിമോത്തി 3-ാം അധ്യായത്തിൽ 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്ത് അറിഞ്ഞിട്ടുണ്ടല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പഠിപ്പിച്ച സത്യങ്ങൾ, എൻ്റെ ജീവിത രീതി, എൻ്റെ ലക്ഷ്യം, എൻ്റെ വിശ്വാസം, ഞാൻ ക്ഷമിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്, എൻ്റെ ഉറപ്പ് നീ അടുത്ത് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. തിമോത്തിയോസിനോടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പോലെ ആത്മാവിൻ്റെ ഒരു നിറവിലേക്കും ഒരു ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിലേക്കും ഒക്കെ നമ്മൾ കടന്നു വരണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറാണ്. അപ്പോസ്തലൻ തുടരുന്നു, ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ പീഡനങ്ങൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ സഹനങ്ങളെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ. ഈ കാലഘട്ടത്തിൽ ലോകത്തിലാകമാനം ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ആര് ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ അവർക്ക് മുൻപിൽ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും എല്ലാം ഉണ്ടാകും. ഇതുറപ്പാണ്. ലോകത്തിലാകമാനം സഭയിൽ സഹിക്കുന്നവർ അനേകരാണ്. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിച്ചത്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുമെന്നൊരു നിർബന്ധമില്ല. ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന നിർബന്ധമില്ല. പക്ഷേ നീ അവസാനം വരെ ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ രക്ഷിക്കപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. ഒരു ആൻറ്റി എന്നെ ഇങ്ങനെ വിളിച്ചു ഫോണിൽ. നമ്മുടെ ധ്യാനത്തിൽ 3-4 തവണ കൂടിയതാണ്. ആൻറ്റിക്ക് സോറിയാസിസ് എന്ന രോഗമുണ്ട്. നട്ടലിൻ്റെ നടുവൊക്കെ പലവിധ രോഗമുണ്ട്. വർഷങ്ങളായിട്ട് ഈ രോഗത്തിൻ്റെ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. സഹിക്കാൻ പറ്റാത്ത വേദനയും ഒത്തിരി സങ്കടവും. ഇന്ന് ആ അമ്മ എന്നോട് പറയുകയാണ്, ഞാൻ പല ധ്യാനം കൂടിയിട്ടും എനിക്കിതുവരെ സൗഖ്യം കിട്ടിയില്ല. അവർ കരയുന്നുണ്ട്. അവർ പറയുന്നു, ഞാൻ വേദനയിലൂടെ സഹനത്തിലൂടെ കടന്നു പോകുക, ഈശോ എനിക്കെന്താ സൗഖ്യം തരാത്തത്. അവരിപ്രകാരം തുടർന്നു. ഞാൻ ബ്രദറിൻ്റെ ധ്യാനത്തിൽ പലരെയും കൊണ്ടുവന്നാക്കി, പല രോഗികളെ. അവർക്കെല്ലാവർക്കും സൗഖ്യം കിട്ടി. എനിക്ക് മാത്രമേ യേശു സൗഖ്യം നൽകിയില്ല. അവിടെ ആ വിഷമം കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. അവിടെ വിഷമെല്ലാം കേട്ടതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടി ആ ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചു. അവർക്കൊത്തിരി സന്തോഷമായി. അവർ പറയുകയാണ്, ഞാൻ പല ധ്യാനങ്ങൾ കൂടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എൻ്റെ ഈ സഹനത്തിന്, ഈ രോഗത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, അതിനപ്പുറം ഒരു സൗഖ്യമില്ല. പക്ഷെ ഞാൻ കൊണ്ടുവന്ന രോഗികൾ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. അതായത് ആ സഹോദരിയുടെ സഹനത്തിലൂടെ ഇന്ന് അനേക വ്യക്തികൾ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു നൽകുന്ന രക്ഷ അനുഭവിക്കുക. അവരുടെ സഹനത്തിന് വിലയായിട്ട് അനേക വ്യക്തികളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക. അവർ പറയുകയാണ്, കഴിഞ്ഞ മാസം ധ്യാനത്തിൽ നടക്കാൻ പാടില്ലാത്ത 2 പെൺകുട്ടികളെ, ഇരട്ട പെൺകുട്ടികളാണ്, ജന്മന നടക്കാത്ത 2 കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ യേശു ആ കുഞ്ഞുങ്ങളെ തൊട്ടു. നടക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങി. ഇന്ന് ആ സഹോദരി പറയുകയാണ്, ആ കുഞ്ഞുങ്ങളെ കയ്യെ പിടിച്ചു കൊടുത്താൽ മതി, ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ നടക്കും. ഏതെങ്കിലും ഒരു വ്യക്തി സഹിക്കുന്നുണ്ടെങ്കിൽ
ആ സഹനം ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്നുള്ള ഒരു സഹനമാണെങ്കിൽ ഉറപ്പായിട്ടും അതിലൂടെ അനേകർ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലേക്ക് വരികയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിനക്ക് അറിയാമല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. പീഡനങ്ങളിലും സഹനങ്ങളിലുമൊക്കെ കർത്താവ് എന്നെ സംരക്ഷിച്ചു, രക്ഷിച്ചു. 12-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കണം. യേശു ക്രിസ്തുവുമായിട്ട് നീ എത്രമാത്രം ഐക്യപ്പെടുന്നോ അതനുസരിച്ച് ശാരീരിക തലങ്ങളിൽ, ആത്മീയ തലങ്ങളിൽ, മാനസിക തലങ്ങളിൽ നീ സഹനത്തിലൂടെ കടന്നു പോകും. ഇത് ഉറപ്പാ. യേശുവുമായിട്ട് താതാത്മ്യപ്പെടുന്ന ഒരു വ്യക്തി അവൻ്റെ സഹനങ്ങളിൽ പങ്കു ചേർന്നേ മതിയാവത്തുള്ളൂ. അതേസമയം ദുഷ്ടരും കപട നാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. അതേസമയം ദുഷ്ടന്മാര്, വഞ്ചകര്, കപട നാട്യക്കാര്, സത്യസന്ധരല്ലാത്തവര് അവരെല്ലാവരും തകർന്നു പോകും, അവരെല്ലാം അധപ്പതിച്ചു പോകുമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. നീ പഠിച്ച കാര്യങ്ങൾ, നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നീ അനുഭവിച്ചതിൽ ഉറച്ചു നിൽക്കുക. സഹനങ്ങൾ വരുമ്പോൾ പതറിപ്പോകാതെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും. പൗലോസിനെ ബലപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവ് നമ്മളെയും ബലപ്പെടുത്തും. നമ്മൾ തകർന്നു പോകുവാൻ, വീണു പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. അടുത്ത വചനം പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ ഉറപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം, അത് സഹനങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ജീവിതമാണ്. അവസാന നാളുകളിൽ അധർമ്മവും അനീതിയും അക്രമങ്ങളും പെരുകും. ജാതി ജാതിയോട് എതിർക്കും, മതങ്ങൾ തമ്മിൽ എതിർക്കും, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകും. ഇങ്ങനെയൊക്കെ വചനത്തിൽ പഠിപ്പിക്കുന്നു. അവിടെ സ്നേഹം തണുത്ത് ഉറഞ്ഞു പോകുക, സ്നേഹം തണുത്തുറഞ്ഞു പോയ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് അനേകര് കടന്നു പോകുന്നു. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ സ്നേഹം തണുത്തുറഞ്ഞു പോയോ? എല്ലാവരെയും നമുക്ക് ഹൃദയം നിറയെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. തണുത്തുറഞ്ഞു പോയ എൻ്റെ ഹൃദയത്തെ ഉണർത്തണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ജീവിതത്തിന് അവസാനം വരെ സഹിച്ചു നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, ഹൃദയം നിറയെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള ഒരു സ്നേഹത്തിന് നിറവ് കിട്ടുവാൻ നമുക്ക് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ദൈവാത്മാവേ, ഞങ്ങളുടെ മനസ്സുകളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, കടുപ്പമേറിയ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. അവസാന നിമിഷം വരെ, ജീവിതത്തിൻ്റെ അന്ത്യം വരെ സഹിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയൊരാത്മാഭിഷേകം, ഒരാത്മധൈര്യം, ദൈവശക്തിയുടെ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സഹിക്കുന്നവരുടെ മേൽ അങ്ങ് വലിയ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ.
ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ കുട്ടനാട് പ്രദേശത്ത് നിന്ന് ധ്യാനിക്കാമെന്ന ഒരു സഹോദരന്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മകളോ ആരാണ്ട് ഇവിടെ ധ്യാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേര് ബിന്ദു. ഞങ്ങൾ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു. 2011 ഏപ്രിൽ 24-ാം തീയതിയാണ് ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നത്. ഇന്നേക്ക് ആ സൗഖ്യം കിട്ടിയിട്ട് 5 വർഷം തികയുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അന്ന് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നാളായിട്ട് നടുവിന് ഡിസ്കിന് പ്രശ്നമുണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിരുന്നു, പിന്നെ പുറത്തൊക്കെ കാണിച്ചിരുന്നു. അത് വലിയ കുഴപ്പമില്ലാതൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം നടുവേദനയെന്ന് കിടക്കെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പം കാല് താഴെ കുത്താൻ മേലാത്തൊരവസ്ഥയിലേക്കായി. അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയായി. 16 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റിലായി. ചുരുക്കം പറഞ്ഞാൽ നടുവിന് താഴോട്ട് മുഴുവൻ തളർന്നുപോയി അദ്ദേഹം. വലത്തേക്കാല് പൂർണ്ണമായും തളർന്നു. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും പറയും, എനിക്ക് അടുത്ത കാലിന് വേദന തുടങ്ങി, എനിക്ക് കാലനക്കാൻ പറ്റാതാകുന്നുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് 16 ദിവസം കൊണ്ട് അദ്ദേഹം അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. തിരിച്ചിങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം. ഫ്ലൈറ്റിൽ ടിക്കറ്റ് അവർ റിജക്റ്റ് ചെയ്യുന്നു. ഒരാൾക്ക് തന്നെ വരാൻ മേല, ഒരു ബൈസ്റ്റാൻഡറൂടെ വേണം. അപ്പം ഫ്ലൈറ്റില്ല, 2 ടിക്കറ്റിന് അവർ കമ്പനിക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ എല്ലാ വർഷവും കുടുംബസമേതമായിട്ട് ധ്യാനം എല്ലാ വെക്കേഷനും ഞങ്ങൾ കൂടാറുള്ളതായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിനാണ് ടിക്കറ്റ്. ഫ്ലൈറ്റിന് അവസാനം കമ്പനി ഒരു ബൈസ്റ്റാൻഡറേയും കൂട്ടി വിട്ടു. ഞങ്ങളിവിടെ നിന്ന് ആംബുലൻസിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മുഴുവൻ നീരെല്ലാം വെച്ച് വീങ്ങി, കണ്ടാൽ മനസ്സിലാകാത്തൊരു ഭാവത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ലേക്ക് ഷോറിലേക്ക് ആംബുലൻസിലും കൊണ്ടുപോയി. അന്ന് ജനുവരി 26 തീയതി ആയിരുന്നു. അന്ന് അവിടെ ഹോസ്പിറ്റലിന് അവധിയാണ്. പിറ്റേ ദിവസം സർജറി നടത്തി. ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇനി ഈ മനുഷ്യൻ നടക്കത്തില്ല, കാല് തളർന്നുപോയി. ഒരു വലത്തേക്കാല് പൂർണ്ണമായും ഇടത്തേക്കാലിൻ്റെ ആ കാൽപാദത്തിന് താഴെ ഒരു ചെറുവിരൽ 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടെന്ന് നനക്കും. ആ ഒരു പരുവത്തിലേക്കായി പോയിരുന്നു. യൂറിനെല്ലാം ബ്ലോക്കായി, ശരീരമെല്ലാം നീര് വെച്ച് വീങ്ങി. അപ്പം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. എന്നാലും ദൈവം രക്ഷിക്കുമെന്നറിയാം. എന്നാലും ഈ മനുഷ്യൻ ഇത് എങ്ങനെ എഴുന്നേക്കും എങ്ങനെയായി ചിന്തിച്ചിരുന്നത്. അവിടെ അങ്ങനെ സർജറി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞത് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീൽ ചെയറിൽ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളെല്ലാം പിടിച്ച് നടന്നു. അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ വിഷമത്തിലായിരുന്നു. ഞങ്ങളെല്ലാം തകർന്നു പോയി. ഞങ്ങളുടെ കുടുംബം, ഞാനും 2 മക്കളും ഹസ്ബൻഡും കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും തകർന്നു പോയി. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ ഏപ്രിൽ 24, 2011 ഏപ്രിൽ 24 ഇവിടെ അന്ന് ഗുഡ് ന്യൂസിലാണ് ധ്യാനം നടക്കുന്നത്. ഞങ്ങൾ സൗഹൃദത്തിനെ കുറിച്ച് അന്ന് കേട്ടിട്ടില്ല. ഞങ്ങൾ എല്ലാ വർഷവും ധ്യാനത്തിന് പോകുന്നെങ്കിലും ഈ ഗുഡ് ന്യൂസ് എങ്ങനെ ധ്യാനം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സൗബ്രദറിന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ പ്രത്യേക സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ധ്യാനത്തിന് വന്നു. ഞാനാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൗബ്രത ഇങ്ങനെ വൈകിട്ട് ഇവിടെ എല്ലാവർക്കും ഇത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞോട് ഞാൻ വന്ന് സൗബ്രതറിന് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുവാന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. പുള്ളി എന്നോട് ചോദിച്ചത് എങ്ങനെ മാറും, ഞാൻ എങ്ങനെ അവിടം വരെ നടന്നു വരും, കിടക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഒരുവിധം ഞാൻ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നു. ബ്രദർ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് പേര് ബിനോജ് എന്നാണ്. ബിനോജിന് പോലും അറിയത്തില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ബിനോജ് പേടിച്ചാണ് ഇരിക്കുന്നത്. 1 സെക്കൻഡ് കൊണ്ട് ബിനോജ് വേർത്ത് കുളിച്ച് ആ സൗഖ്യത്തിൽ. അന്ന് ആ ബിനോജിന് 2 ഡിസ്ക് എടുത്ത് മാറ്റിയിരുന്നു, L3 L4 ലേക്ക് ഷോറിൽ വെച്ച്. അവിടെ ഇങ്ങനെ നടുവെല്ലാം കുഴിഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് ബിനോജിന് കാല് താഴെ കൂട്ടാൻ മേലാത്തൊരവസ്ഥയായിപ്പോയി. ആ സെക്കൻഡിൽ ബിനോജ് സൗഖ്യം പ്രാപിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ആ കുഴിയെല്ലാം നികന്നു. ബിനോജ് പൂർണ്ണ ആരോഗ്യവാനായി മാറി. കുഞ്ഞുങ്ങൾ 2 കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ ചോദിക്കുന്നു, പപ്പ എന്താ ഇത്ര ക്ഷീണിച്ചു പോയതെന്ന്. ശരീരത്തെ നീര് മുഴുവൻ അങ്ങ് വലിഞ്ഞ് എല്ലാം അങ്ങ് പഴയ രീതിയിലേക്കായിപ്പോയി. അതൊരു വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റമായിരുന്നു ആ ഒരു ധ്യാനവും സൗഖ്യവും എല്ലാം. ഇന്നും ഇങ്ങോട്ട് പോരുമ്പോഴും പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷ്യം സൗബ്രതനോട് ചെന്ന് പറയണം, ഒന്നും കൂടെ പറഞ്ഞ് ഓർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളായിരുന്നു ആ ധ്യാനത്തോടു കൂടി. ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങളെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ച് സമ്പന്നമാക്കി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബിനോജിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ ബിനോജിനോട് ചോദിച്ചു, കർത്താവ് ഒരത്ഭുതം ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ടോ? ഈ L3 L4 ഡിസ്ക് നീക്കം ചെയ്താൽ പിടിച്ചിരിക്കുക, 2 പേര് പിടിച്ചിരിക്കുക, നടക്കത്തില്ല, കാലിന് ബലമില്ല. ഞാനിപ്പോൾ ഓർക്കുന്നു,
ഷർട്ട് പൊക്കി കാണിക്കാൻ പറഞ്ഞു. ഷർട്ട് പൊക്കി കൊണ്ട് നട്ടലിൻ്റെ അവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത പാട് എനിക്കിങ്ങനെ കാണാം. പിന്നെ ഒരു ഒറ്റ പ്രാർത്ഥനയായിരുന്നു, കർത്താവിൻ്റെ നാമത്തിൽ L3 L4 ഡിസ്കുകൾ സൃഷ്ടിക്കപ്പെടാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ ഓർക്കുന്ന ബിനോജ് പറഞ്ഞത്, കാലിൻ്റെ ഉള്ളിലൂടെ ഒരു തീ അങ്ങോട്ട് കയറിയുടെ ശരീരത്തിലൂടെ മൊത്തം പോകുന്നൊരു അനുഭവം. പിടിവിട്ടോളാൻ പറഞ്ഞു, കുനിയാൻ പറഞ്ഞു, കുനിഞ്ഞു നിവർന്നു, ഓടിച്ചു. ചേച്ചി തന്നെയാണ്. ഞെക്കി നോക്കുമ്പോൾ ആ സ്ഥലത്ത് L3 L4 ഡിസ്കുകൾ അതുപോലെയുണ്ട്. എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത ആ ഡിസ്കുകൾ അതേപടി കർത്താവായ യേശു ക്രിസ്തു പുനഃസൃഷ്ടിക്കുന്ന അത്ഭുതം. ഹല്ലേലൂയ. അത് കർത്താവ് ചെയ്തു. ഈ സഹോദരിയുടെ ഹസ്ബൻഡിന് വേണ്ടി ദൈവം ചെയ്ത വലിയ അത്ഭുതം, ഈ കുടുംബത്തിന് വേണ്ടി. പിന്നെ ഇപ്പം പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ വിധത്തിലും ഈ കുടുംബത്തെ ഇന്ന് ദൈവം ഉയർത്തി എന്നാണ് പറഞ്ഞത്. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലിരുന്നാൽ, കർത്താവിന് വേണ്ടി വില കൊടുത്താൽ, ഈ കുടുംബം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് സമ്പത്തോടൊക്കെ സഹായിക്കുന്ന കുടുംബമാണ്. ഹല്ലേലൂയ. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നമ്മളൊന്ന് ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ കർത്താവിന് എടുക്കുക വന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നേ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.